പ്രൈസ് ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വമെടുക്കട്ടെ. എല്ലാ പ്രിയ സഹോദരങ്ങൾക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവസഭയുടെ അടിസ്ഥാന ഉപദേശം എന്താണ്, യേശു കൽപ്പിച്ചതും അപ്പോസ്തലന്മാർ ഉപദേശിച്ചതും അവർ ലേഖനങ്ങളിൽ ഉറപ്പിച്ചതും ആയ കാര്യങ്ങളാണ് സഭയുടെ അടിസ്ഥാന ഉപദേശം. ഇന്ന് എന്താണ് സഭയെന്നോ ഏതാണ് സഭയെന്നോ ആരാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ ദാസനെന്നോ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ ജനം ആശയക്കുഴപ്പത്തിലാണ്. കാരണം അത്ര അധികം സഭകളെന്ന് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഒത്തിരി സംഘടനകൾ ഇന്ന് ഭൂമിയിലുണ്ട്. യേശു പറഞ്ഞു, അന്ത്യകാലത്ത് അനേകർ എൻ്റെ പേരും എടുത്തുകൊണ്ട് വരുമെന്ന്. അങ്ങനെ ഇന്ന് അനേകരും യേശുവിൻ്റെ പേരും എടുത്തുകൊണ്ട് വിവിധ ഉപദേശങ്ങളുമായി രംഗത്തുണ്ട്. മറ്റൊന്നിനെ നിഷേധിച്ചുകൊണ്ട്, മറ്റൊന്നിനെ എതിർത്തുകൊണ്ട്, അവിടെയില്ലാത്ത ചിലത് ഇവിടെ കൂട്ടിച്ചേർത്ത്, അവിടെയുള്ളത് ചിലത് ഇവിടെ നിന്ന് കുറച്ച്, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ജനത്തെ ആകർഷിച്ച് നിർത്തുവാൻ തന്ത്രശാലികളായ ആളുകൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൻ്റെ എല്ലാം പിന്നാലെ ഓടുവാൻ ജനവുമുണ്ട്. എന്നാൽ ബൈബിൾ പറയുന്നത് ദൈവത്തെ അന്വേഷിച്ച് തപ്പി നോക്കി കണ്ടെത്തേണ്ടതിന് ഞാൻ അവരെ ആക്കി വച്ചിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, നമുക്കൊന്ന് അന്വേഷിച്ച് തപ്പി നോക്കാം. ദൈവസഭ ഏതാ എന്നൊന്ന് ആരാഞ്ഞു നോക്കാം. അതിനെ കർത്താവ് നമ്മളെ സഹായിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഈ മെസ്സേജും ഇത് കേൾക്കുന്ന മക്കളെയും അടിയങ്ങളെയും സ്തോത്രത്തോടെ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. കർത്താവ് കണ്ടവരുടെ കാതുകളിലും കണ്ണുകളിലും ഇതെത്തട്ടെ. ഈ അന്ത്യകാലത്ത് അങ്ങ് വിളിച്ച് വേർതിരിച്ചിട്ടുള്ള ജനത്തിൻ്റെ ഹൃദയത്തിൽ ഇതെത്തട്ടെ കർത്താവേ. അതിനേത് കേൾക്കുന്ന മക്കളെ അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് സ്തോത്രത്തോടെ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഒത്തിരി വ്യാജ ഉപദേശം കൊണ്ട്, വ്യാജ സംഘടനകളെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നൊരു കാലഘട്ടത്തിൽ യേശു കർത്താവെ ഞങ്ങൾ എത്തപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സത്യം ഇന്നതൊന്ന് തിരിച്ചറിയുവാനുള്ള വലിയ കൃപയും ജ്ഞാനവും ഞങ്ങൾക്ക് തരണമേ എന്ന് സ്തോത്രത്തോടെ ഞങ്ങൾ ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇത് കേൾക്കുന്ന മുഴുവൻ മക്കളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചത് സഭയുടെ അടിസ്ഥാന ഉപദേശങ്ങൾ, ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട സത്യങ്ങൾ, അതിൻ്റെ തുടർച്ചയായി തന്നെയാണ് ഇന്നും നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചിന്തിച്ചത് മത്തായിയുടെ സുവിശേഷം 16:19, 2 കൊരിന്ത്യർ 12:1 മുതൽ 6 വരെയും ഉള്ള തിരുവചനമാണ്. അവിടെ സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുക്കുകയും സ്വർഗരാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ദൈവസഭയുടെ ഭരണഘടന എഴുതി വെച്ച ലോക്കർ കൊടുത്തത് പൗലോസിൻ്റെ കയ്യിലും ആണ് എന്നതാണ് നമ്മൾ ചിന്തിക്കുകയും വായിക്കുകയും ചെയ്തത്. അവർ രണ്ടുപേരുടെയും ഐക്യമില്ലാതെ ദൈവസഭ പണി നടക്കില്ല. അന്ന് അവരുടെ രണ്ടുപേരുടെയും ഐക്യവും അന്യോന്യം അനുസരണവും കീഴ്വഴക്കവും കീഴ്പ്പെട്ടിരിക്കലും ഏറ്റെടുക്കേണ്ടത് ഏറ്റെടുക്കുകയും അത് ദൈവത്തിന് വേണ്ടി ചെയ്തിരുന്നു. ഇന്ന് നമുക്ക് അത് കാണാൻ കഴിയില്ല. ഇന്ന് തങ്ങളുടെ വ്യക്തിപരമായ സ്വാർത്ഥതകൾക്കും വ്യക്തിപരമായ താല്പര്യങ്ങൾക്കും ആര് കൂട്ടുനിൽക്കുന്നു, അവരെല്ലാം നല്ലവരാണ്, അവരെ കൂട്ടി അങ്ങനെ ലോകം അങ്ങനെ ആയിപ്പോയി.
കൃത്യമായി പൗലോസ് പറയുന്നുണ്ട്, ഇന്നേക്ക് 14 ആണ്ട് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. ശരീരമില്ലാതെയോ എന്ന് ഞാൻ അറിയുന്നില്ല. അത് കഴിഞ്ഞ് കൃത്യമായി പറയുകയാണ്, പർദീസയോളം എടുക്കപ്പെട്ടു. അവിടെ ഉച്ചരിച്ചുകൂടാത്തതും പറഞ്ഞുകൂടാത്തതുമായ വാക്കുകളെ അവൻ കേട്ടു. അവിടുത്തെ കാര്യാദികളെ പൗലോസ് കണ്ടു, സ്വർഗീയ ക്രമീകരണങ്ങളെ കണ്ടു, സഭയുടെ നിയമനിർമ്മാണങ്ങളെ കണ്ടു, ആരാധന ക്രമങ്ങളെ കണ്ടു, ഉപദേശത്തെ കണ്ടു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതാണ് തുടർന്ന് ലേഖനങ്ങളിൽ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് ദൈവസഭയ്ക്ക് ഇന്നിവിടെ കാണുന്ന ഉപദേശങ്ങളൊന്നും ബൈബിളിലില്ല. ഇന്നിവിടെ കാണുന്ന പല ആരാധനാ ക്രമങ്ങളും എവിടെയില്ല? ബൈബിളിലില്ല. ആദിമസഭയായ അപ്പോസ്തലന്മാർ ചെയ്തിട്ടുമില്ല. പിന്നെ ഇതൊക്കെ ആര് കാലാകാലങ്ങളിൽ ചെയ്തു എന്നൊക്കെ തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് അറിയാൻ കഴിയും. കള വിതച്ചത് ദുഷ്ടനാണ്, വചനത്തിലില്ലാത്തത് കൂട്ടിച്ചേർത്തത് ദുഷ്ടനാണ്, വചനത്തിൽ ഉള്ളത് എടുത്തു കളഞ്ഞതും ദുഷ്ടനാണ്. എനിക്ക് ദുഷ്ടനെ ദുഷ്ടാന്നേ വിളിക്കാൻ കഴിയുള്ളൂ, സാത്താനെ സാത്താനെന്നേ വിളിക്കാൻ കഴിയുള്ളൂ, സാത്താൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നവരെ അങ്ങനെ തന്നെ വിളിക്കാൻ കഴിയുള്ളൂ. ജനത്തെ വലിച്ചഴിച്ച് നിത്യനരകത്തിലേക്ക് കൊണ്ടുപോകുന്നവരെ സാത്താൻ്റെ സന്തതികളെ എന്നേ വിളിക്കാൻ കഴിയുള്ളൂ. അങ്ങനെ വിളിക്കുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുന്നുവെങ്കിൽ അത് ഞാൻ സഹയനാണ്. കാരണം തിരുവെഴുത്ത് അങ്ങനെ തന്നെയാണ് പറയുന്നത്. പ്രിയപ്പെട്ടവർ, ഇന്നത്തെ ചിന്തയ്ക്കായി നമ്മൾ തിരുവെഴുത്തിൽ നിന്ന് 1-2 വചനങ്ങൾ നമുക്ക് ചിന്തിക്കാം. മത്തായിയുടെ സുവിശേഷം 16:12, 16:19 നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. 16:12 തിരുവചനം പറയുകയാണ്, നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ഹല്ലേലൂയ എന്ന് ഞാൻ നിന്നോട് പറയുന്നു. പത്രോസേ, നീ പാറയാകുന്നു, ഈ പാറമേൽ ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല എന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഇത് പത്രോസ് യേശുവിനെ നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞ മറുപടിയാണ്. നിനക്കിത് വെളിപ്പെടുത്തി തന്ന് ജഡരക്തങ്ങളല്ല, സ്വർഗത്തിലെ എൻ്റെ പിതാവ് എത്രേ. അപ്പോൾ പത്രോസ് കണ്ട ഒരു വെളിപാടുണ്ട്. തൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഈ തച്ചൻ്റെ മോനായ, ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളൊക്കെ ചെയ്ത് നടക്കുന്നവൻ സാക്ഷാൽ നിൻ്റെ വീണ്ടെടുപ്പുകാരനാണ്, സാക്ഷാൽ നിൻ്റെ രക്ഷകനാണ്, നിൻ്റെ പാപവിമോചകനാണ്, അവനാണ് ക്രിസ്തു, അവനാണ് മിശിഹ എന്ന വെളിപാട് കിട്ടിയപ്പോൾ പത്രോസ് പറയുകയാണ്, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എത്രേ. അപ്പോഴാണ് പറയുന്നത്, നീ പാറയാകുന്നു. ആ വെളിപാടാണ് പാറ, കാരണം അത് ക്രിസ്തുവാണ്. അതും മേലാണ് സഭ പണിയുന്നത്. ക്രിസ്തുവിനെ മാറ്റി നിർത്തി, ക്രിസ്തുവിൻ്റെ ഉപദേശം മാറ്റി നിർത്തിയിട്ടുള്ള ഒന്നും സഭയല്ല. അതാണിപ്പോൾ ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, പത്രോസ് കണ്ട വെളിപാടിൻ്റെ മേലെയാണ് സഭ, ആ ദർശനത്തിൻ്റെ മേലെയാണ് സഭ പണിയുന്നത്. അത് യേശുവാണ് പണിത്, പത്രോസ് അല്ല. ഇന്ന് പലവരും അവനവൻ പണിയാണ്. പലവരുടെയും പേരും പലവരുടെയും ഫ്ലെക്സും വലിയ ഫോട്ടോയും കട്ടൗട്ടുകളും അങ്ങനെ ഒത്തിരി പരസ്യങ്ങളും രാഷ്ട്രീയ നേതാക്കളെ പോലും ലജ്ജിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികളും. അവരുടെ സഭ, അത് അവരുടെ സഭ തന്നെയാണ്, ദൈവസഭയല്ല. അത് അവർ തന്നെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയാണ്, മക്കളെ ഇത് ദൈവസഭയല്ല. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ മെസ്സേജിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയിരുന്നു, ദൈവസഭയ്ക്ക് ഒരൊറ്റ ഉപദേശമേ ഉള്ളൂ, ഒരൊറ്റ ആരാധന രീതിയേ ഉള്ളൂ. അവിടെ പലതില്ല. ഇത് ഞാൻ പറയുമ്പോൾ ഇത് ഷാജി പാസ്റ്റർക്ക് കിട്ടിയ വ്യാഖ്യാനമാണ്. ബൈബിൾ ഞാൻ വ്യാഖ്യാനിക്കാറില്ല, വ്യാഖ്യാനിക്കാൻ അനുവാദവുമില്ല. അപ്പോൾ ബൈബിൾ വ്യാഖ്യാനിക്കാനുള്ള ഗ്രന്ഥമല്ല, ഇത് പൊരുളിതിരിക്കാനാണെന്ന് അടുത്ത മെസ്സേജിൽ പറയാം നമുക്ക്. അപ്പോൾ സഭ പണിയുന്നത് യേശു കർത്താവാണ്. അപ്പോസ്തലപ്രവൃത്തി 2:47 കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനം പ്രതി സഭയോട് ചേർത്തുകൊണ്ടിരുന്നു.
രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർക്കുന്നത് യേശു കർത്താവാണ്. യേശു കർത്താവ് ചേർക്കുന്നതേ ചേരുകയുള്ളൂ. യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർക്കുന്നത് യേശു കർത്താവാണ്, മനുഷ്യനല്ല. അതിവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ സംവിധാനമാണ്. ലോക്കൽ കമ്മിറ്റി ഒരു ലെറ്റർ കൊടുക്കുകയും അതിനെ ജില്ലാ കമ്മിറ്റി അംഗീകരിക്കുകയും അത് സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് കൊടുക്കുകയും അവരംഗീകരിക്കുകയും അത് സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കൊടുക്കുകയും അവരംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളെ ഇലക്ഷനെ നിർത്തി ജയിപ്പിച്ച് സ്ഥാനാർത്ഥിയാക്കി നിർത്തി ജയിപ്പിച്ച് മന്ത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പദവികളിലെത്തിക്കാം. അതിവിടുത്തെ രാഷ്ട്രീയ സംവിധാനമാണ്. സ്വർഗത്തിലെ സംവിധാനം അതല്ല. ഒരു പാസ്റ്റർ തനിക്ക് ബോധിച്ച ഒരാളെ, തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളെ, തൻ്റെ മുമ്പിൽ മാനസാന്തരപ്പെട്ടു എന്ന് തോന്നുന്ന ഒരാൾക്ക് സ്നാനം കൊടുക്കുമ്പോൾ അത് സഭയുടെ രജിസ്റ്റർ ബുക്കിൽ പേരെഴുതുമ്പോൾ ആ ലെറ്റർ സ്വീകരിക്കാനിരിക്കുന്ന ആളല്ല യേശു. അത് ഈ ഭൂമിയിലെ ഒരുത്തിൻ്റെ കൂലിപ്പണിക്കാരനല്ല യേശു. യേശു തിരഞ്ഞെടുത്ത ആളെ, സ്വർഗം തിരഞ്ഞെടുത്ത ആളെ, സ്വർഗത്തിൽ സ്നാനം നടത്തിയ ആളെ, സ്വർഗത്തിൽ സ്നാനം സ്വീകരിച്ച ആളെ, അത് ഭൂമിയിലെ പ്രാദേശിക സഭയിലെ ദൈവദാസനെ വെളിപ്പെടുമ്പോൾ, സ്നാനം സ്വീകരിക്കുന്നവനെ വെളിപ്പെടുമ്പോൾ, സ്വീകരിക്കുന്നവൾക്ക് വെളിപ്പെടുമ്പോൾ, സഭയ്ക്ക് ബോധ്യപ്പെടുമ്പോൾ, പരിശുദ്ധാത്മാവ് ഉറപ്പ് തരുമ്പോൾ ഇവിടെ സ്നാനം കൊടുക്കുകയാണ്. അവിടെ സ്നാനം കൊടുത്ത ആൾക്ക് ആണ് ഇവിടെ സ്നാനം കൊടുക്കുന്നത്. അവിടെ പേരെഴുതിയ ആളുടെ പേരാണ് ഇവിടെ എഴുതുന്നത്. അല്ലാതെ ഇവിടെ എഴുതിയ ആളുടെ പേര് അവിടെ എഴുതുകയല്ല. ഇവിടെ സ്നാനം കൊടുത്ത ആൾക്ക് അവിടെ സ്നാനം കൊടുക്കുകയല്ല. തെരഞ്ഞെടുപ്പ് അവിടുന്ന, സ്നാനം അവിടുന്ന, ഉത്തരവ് അവിടുന്ന, സഭയോട് ചേർക്കുന്നത് അവിടുന്നാണ്. സർവശക്തനായ ദൈവമാണ്, കർത്താവായ യേശുവാണ് സഭയോട് ചേർക്കുന്നത്. നമുക്കാർക്കും ആ ജോലിയില്ല. സുവിശേഷം അറിയിക്കുവാനും യേശു സഭയോട് ചേർക്കുന്ന ആളുകളെ വചനത്തിൽ പ്രബോധിപ്പിച്ച് ആത്മീക അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുവന്ന് ലോകത്തെയും പാപത്തെയും മോഹത്തെയും ജയിക്കുവാനുള്ള വഴികളും മാർഗങ്ങളും വചനാടിസ്ഥാനത്തിൽ പ്രബോധിപ്പിച്ച് അവരെ ആത്മീകമായി വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു ജോലിയാണ് ശുശ്രൂഷകർക്ക് തന്നിട്ടുള്ളത്. ആ ശുശ്രൂഷകർ എന്താണെന്നൊക്കെ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ വചനത്തിൽ ചിന്തിക്കും. ശുശ്രൂഷകർക്ക് വേണ്ട യോഗ്യത എന്താണെന്ന് വചനത്തിൽ ചിന്തിക്കും. എന്നോട് ആരും പിണങ്ങരുത്. വചനത്തിൽ നിന്ന് മാത്രമേ ചിന്തിക്കുകയുള്ളൂ, വചനത്തിൽ നിന്ന് മാത്രമേ പറയുകയുള്ളൂ. അത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. അത് പറയാനാ എന്നെ നിയമിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ സഭയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണ് നമുക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുക. 1, പഴയ നിയമത്തിൽ നിഴലായിരിക്കണം. 2, പുതിയ നിയമത്തിൽ, അതായത് സുവിശേഷത്തിൽ പൊരുളായി വന്നിരിക്കണം. 3, ആദിമസഭയായ അപ്പോസ്തലന്മാർ ചെയ്തിരിക്കണം. 4, ലേഖനങ്ങളിൽ ഉറപ്പിച്ചിരിക്കണം. അങ്ങനെ ലേഖനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ളതേ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് തന്നിട്ടുള്ളൂ. ആളുകൾ ഇവിടെ ഒരു പഠിപ്പിക്കൽ നടക്കുന്നുണ്ട്. പുതിയ നിയമ ഇസ്രായേലാണ് ഇപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന്. ഇസ്രായേൽ വേറെയാണ് പ്രിയപ്പെട്ടവരെ. യഹൂദന്മാർക്കുള്ള നിയമവും അവർക്കുള്ള ചട്ടവും അവർക്കുള്ള കൽപ്പനയും വേറെയാണ്. അത് നമുക്കുള്ളതല്ല. ബൈബിളിലെ 90% തിരുവെഴുത്തുക്കൾ യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അത് ദൈവമക്കൾക്ക് വേണ്ടിയല്ല. ജാതികളിൽ നിന്ന് ദത്തെടുക്കപ്പെട്ടവരാണ്. ജാതികളിൽ നിന്ന് ദൈവം വിളിച്ച് വേർതിരിച്ച് രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പാപമോചന സ്നാനം സ്വീകരിച്ച് സത്യത്തിലും ആത്മാവിലും ഏകദൈവമായ യേശുവിനെ ആരാധിച്ച് വചനപ്രകാരം ജീവിച്ച് മാതൃകയുള്ള വ്യക്തിയായിരിക്കണം. അവർ ദൈവമക്കളാണ്. പുതിയ നിയമ ഇസ്രായേൽ അത്
അങ്ങനെയൊന്നില്ല. ഇസ്രായേൽ ഒന്നേ ഉള്ളൂ. യഹൂദന്മാർക്ക് വേണ്ടിയാണ് ബൈബിളിലെ 90% എഴുതിയിട്ടുള്ളത്. അത് നമുക്കുള്ളതല്ല. ദൈവസഭ പഴയ നിയമത്തിലെവിടെയും ദൈവസഭയില്ല. 4 സുവിശേഷങ്ങളിലും ദൈവസഭയില്ല. അപ്പോസ്തല പ്രവൃത്തിയുടെ ആരംഭത്തിലും ദൈവസഭയില്ല. അത് കഴിഞ്ഞാണ് ദൈവസഭ വരുന്നത്. എന്നിട്ടും പൗലോസ് വന്നതിന് ശേഷമാണ് ദൈവസഭയുടെ നിയമനിർമ്മാണങ്ങൾ നടക്കുന്നത്, ആരാധനാക്രമങ്ങൾ നടക്കുന്നത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടതെന്ന് പറയുന്നത്. ഇതൊക്കെ തുടർന്ന് ലേഖനങ്ങളിലാണ്. കാരണം 3-ാം സ്വർഗത്തോളം പർദീസയോളം എടുക്കപ്പെട്ട് അവിടെ ഇരിക്കുന്ന ആരാധനാക്രമങ്ങളും അവിടെ ഇരിക്കുന്ന യഥാർത്ഥ ബൈബിളും വായിച്ച് അതാണ് ഇവിടെ ലേഖനങ്ങളായി പൗലോസ് എഴുതിയത്. തുടർന്ന് അപ്പോസ്തലന്മാർ എഴുതിയതെല്ലാം. പ്രിയപ്പെട്ടവരെ, അതാണ് പുതിയ നിയമസഭ ഏറ്റെടുക്കേണ്ടത്. കാരണം പഴയ നിയമത്തിലെ നിഴൽ എല്ലാം പുതിയ നിയമത്തിൽ പൊരുളായി വന്നില്ല. 4 സുവിശേഷങ്ങളിലും പൊരുളായി വന്നില്ല. 4 സുവിശേഷങ്ങളിലും പൊരുളായി വന്നതെല്ലാം തുടർന്ന് ആദിമസഭയായ അപ്പോസ്തലന്മാർ ചെയ്തിട്ടില്ല. ആദിമസഭയായ അപ്പോസ്തലന്മാർ ചെയ്തതെല്ലാം തുടർന്ന് ലേഖനങ്ങളിൽ ഉറപ്പിച്ചിട്ടില്ല. ലേഖനങ്ങളിൽ ഉറപ്പിച്ചിട്ടുള്ളത് മാത്രമാണ് പുതിയ നിയമസഭ ചെയ്യേണ്ടത്. പുതിയ നിയമസഭയ്ക്കുള്ള ആരാധന നിയമം തുടർന്ന് ലേഖനങ്ങളിൽ ഉറപ്പിച്ചതാണ്. ഇത് തന്ത്രശാലിയായ സാത്താൻ അവൻ്റെ പ്ലാറ്റ്ഫോം പണിതുകൊണ്ടിരിക്കുകയാണ്. എതിർ ക്രിസ്തുവിനെ സ്വീകരിക്കാനുള്ള പ്ലാറ്റ്ഫോം പണിതുകൊണ്ടിരിക്കുകയാണ്. അനേകരും അതിന് അടിമയായി അവർ അറിയാതെ സാത്താൻ അവൻ്റെ തന്ത്രത്താൽ ഇവരെ വശീകരിച്ചു. അതാണെന്ന് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവസഭ അവിടെ യേശുവിൻ്റെ ജീവനെക്കുറിച്ച് പ്രബോധിപ്പിക്കും. അവിടെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പ്രബോധിപ്പിക്കും. യേശുവിൻ്റെ ജീവനെക്കുറിച്ചുള്ള പ്രബോധനങ്ങളെ ഇന്ന് കേൾക്കാനുണ്ടോ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളൊന്ന് ചിന്തിക്കുക. യേശുവിൻ്റെ ജീവനെക്കുറിച്ചുള്ള പ്രബോധനങ്ങൾ നിങ്ങൾ കേൾക്കാറുണ്ടോ? യൂട്യൂബിൽ മുഴുവൻ ഞാൻ സെർച്ച് ചെയ്ത് നോക്കി. ഞാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടുമില്ല. 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് പറയുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ കേട്ടിട്ടുണ്ട്. ഇവിടെ 1000 ആണ്ട് വാഴ്ചയൊന്നും ആരും പഠിക്കണമില്ല, പഠിപ്പിക്കണമില്ല. നേരെ നിത്യതയിലേക്കാണ്. 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞാണ് നിത്യത. 1000 ആണ്ട് ഈ ഭൂമിയിൽ വെച്ച് തന്നെ വാഴും. അത് കഴിഞ്ഞാണ് നിത്യത. 1000 ആണ്ട് വാഴുവാൻ ഒരു വ്യക്തിയെ പരിശീലിപ്പിക്കുന്നതാണ് ദൈവസഭ. 1000 ആണ്ടിലേക്ക് യേശു തൻ്റെ മണവാട്ടിയായ സഭയെ കൊണ്ടുപോകാൻ വരുമ്പോൾ ആ മണവാട്ടിയായ സഭയുടെ അകത്ത് വന്നിട്ടുള്ള ആളുകളെ വിശുദ്ധരാക്കി മാറ്റുകയും വിശുദ്ധിയുള്ളവരാക്കി മാറ്റുകയും ആത്മീക അഭിവൃദ്ധിയുള്ളവരായി അവരെ വളരാൻ സഹായിക്കുകയും അവരെ വചനത്തിൽ പ്രബോധിപ്പിച്ച് അവരെ ഉറപ്പിച്ച് അവരെ ആത്മീകമായി വളരാൻ സഹായിക്കുക, യേശുവിൻ്റെ ജീവൻ്റെ നിറവിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുക. ക്രിസ്തീയ ജീവിതം പ്രാക്ടീസ് ചെയ്യാനുള്ളതല്ല. ഇന്നിവിടെ നടക്കുന്നതെല്ലാം ക്രിസ്തീയ ജീവിതം പ്രാക്ടീസ് ചെയ്യുകയാണ്, അഭിനയം പഠിപ്പിക്കുകയാണ്. ക്രിസ്ത്യാനിയായി ജീവിക്കാൻ അഭിനയിക്കാൻ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിവിടുത്തെ നല്ല കലാകാരന്മാരുണ്ട്, അവർ അഭിനയിച്ചോളും. ക്രിസ്ത്യാനിയായിട്ട് ജീവിക്കാൻ അഭിനയിക്കുകയല്ല, അനുഭവിക്കുകയാണ് വേണ്ടത്. അതിന് ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വരാതെ, ക്രിസ്തു ജീവിച്ചതുപോലെ അപ്പോസ്തലന്മാർ ജീവിച്ചതുപോലെ ഒരാൾക്കും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് സാത്താൻ തന്ത്രത്തിൽ ക്രിസ്തുവിൻ്റെ ജീവനെ അങ്ങ് എടുത്തു മാറ്റി. ഇപ്പോഴും അനേകരുടെ പ്രസംഗവും
ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇപ്പോഴും അബ്രഹാമിലും യാക്കോബിലും ഇസാക്കിലും പ്രസംഗം നിൽക്കുന്നു. കൂടിയാൽ മോശയും ജോസഫും ദാവീദും അവിടന്മാരെ എത്തിയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് കടന്നു വരാൻ കഴിയുന്നില്ല. പിന്നെ അവരതിനെ പറയുന്നൊരു ന്യായീകരണം, തിരുവെഴുത്ത് മുഴുവൻ ദൈവനിശ്വാസമാണ്. ഇത് മുഴുവൻ ദൈവനിശ്വാസമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ ഇത് ആർക്കാണ് എന്നതാണ് പ്രശ്നം. ഇനി ഇത് മുഴുവൻ ദൈവനിശ്വാസമാണെന്ന് ഞാൻ പറഞ്ഞു. അത് ഈ ബൈബിളിനെ കുറിച്ചല്ല ബൈബിൾ പറഞ്ഞിട്ടുള്ളത്. ദൈവവചനം മുഴുവൻ ദൈവനിശ്വാസമാണ് എന്നത് സത്യമാണ്. അത് ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമായ ബൈബിളുകളെ കുറിച്ചല്ല പറഞ്ഞിട്ടുള്ളത്. അതിനാധികാരികമായി ഇതിൽ നിന്ന് തന്നെ തെളിവും തരാം. അടുത്ത മെസ്സേജുകളിൽ അത് വരും. പ്രിയപ്പെട്ടവരെ, വലിയൊരു കൂട്ടമൊന്നും ഉണ്ടാകില്ല. 1000 ആണ്ട് വാഴ്ചയിലേക്ക് യേശു വിളിച്ച് വേർതിരിച്ച്, യേശു തിരഞ്ഞെടുത്ത്, യേശുവിൻ്റെ ജീവനാൽ നിറവ് പ്രാപിച്ച്, യേശുവിൻ്റെ ജീവനാൽ അകത്തെ മനുഷ്യൻ്റെ വളർച്ച പ്രാപിച്ച്, ആദാമിക മൂലകങ്ങൾ മുഴുവൻ നിഷ്കാസനം ചെയ്യപ്പെട്ട്, പഴയ മനുഷ്യൻ്റെ സമ്പൂർണ്ണ മരണം നടന്ന് പുതിയ മനുഷ്യൻ്റെ സമ്പൂർണ്ണ വളർച്ചയിലേക്ക് എത്തുന്നവരാണ് മണവാട്ടിയായ സഭ. അവരെ കൊണ്ടുപോകാനാണ് യേശു ഇനി വരുന്നത്. അതുകൊണ്ട് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വഞ്ചിതരായി പോകല്ലേ. സത്യത്തിന് വേണ്ടി നിലനിൽക്കുക, സത്യം അന്വേഷിച്ച് കണ്ടെത്തുക. ബഹുപക്ഷത്തെ നോക്കി അവരുടെ പക്ഷം ചേരരുത് എന്ന് തിരുവെഴുത്തിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലിയ കൂട്ടങ്ങളെ എന്നോട് പലരും എൻ്റെ സുഹൃത്തുക്കളായ പാസ്റ്റർമാർ, എൻ്റെ സുഹൃത്തുക്കളായ മറ്റുള്ള ആളുകൾ ചോദിക്കാറുണ്ട്, ഷാജി പാസ്റ്റർ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ഹല്ലേലൂയ. ഇത് ഒറ്റയ്ക്കാണെന്ന് അവർക്ക് തോന്നുന്നതാ. പ്രവാചകൻ പറഞ്ഞു, ഞാൻ ഒരുവനെ ജീവിച്ചിരിക്കുന്നുള്ള, ബാക്കി എല്ലാവരെയും അവർ കൊന്നു, എന്നെയും കൊല്ലാൻ നോക്കുന്നു. ദൈവം പറഞ്ഞു, ബാലിനെ ചുംബിക്കാതെ അവൻ്റെ മുമ്പിൽ മുഴങ്കാലം അടക്കാത്ത 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുന്നു. അതേ വചനമെടുത്ത് പൗലോസ് പറയുകയാണ്, ഈ അന്ത്യകാലഘട്ടത്തിലും അതുപോലെ ഒരു അവശിഷ്ട ഗണത്തെ ശേഷിച്ചിരിക്കുന്നു. അത്രയേ ഉള്ളൂ. പ്രിയ സഹോദരങ്ങളെ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും ചെയ്യുക. യേശു വ്യക്തിപരമായി നമ്മളോട് സംസാരിക്കും. പൗലോസിനോട് കൂടെ നമുക്കും 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടാൻ പറ്റും. 3-ാം സ്വർഗത്തിൽ കയറി ഇറങ്ങാൻ പറ്റും. പരദീസയിൽ കയറി ഇറങ്ങാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ബൈബിൾ വായിക്കാൻ പറ്റും. അവിടെ ഇരിക്കുന്ന ആരാധനക്രമങ്ങൾ കാണാൻ പറ്റും. അത് ഗ്രഹിക്കാൻ കഴിയും. അതിന് ദൈവം ഏവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, ഈ മെസ്സേജ് ഇത് കേൾക്കുന്ന മക്കളെയും സ്വത്രത്തോടെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് തരികയാണ്. സത്യം കണ്ടെത്താൻ അവിടുന്ന് സഹായിക്കണം, അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇത് കേൾക്കുന്ന മുഴുവൻ മക്കളെയും യേശു ക്രിസ്തുവിൻ്റെ നാമം ചൊല്ലി ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.